നമ്മളേ ഈ ചില സമയത്ത് ഇൻസ്റ്റഗ്രാമൊക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അതിൽ ചില ഫുഡിൻ്റെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ക്രേവിങ്സ് വരും. അപ്പോൾ ഇന്നൊരു ബിരിയാണിയുടെ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര പൂതി ബിരിയാണി തിന്നണം എന്ന് തന്നെ. എന്നാൽ പിന്നെ ഒന്നും നോക്കില്ല ഉണ്ടാക്കാമെന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ അടുപ്പിൻ്റെ ഒരു സൈഡിൽ മസാലയും ഒരു സൈഡിൽ ചോറും എല്ലാം വെച്ച് നല്ല ഉഷാറായിട്ട് അങ്ങനെ ഉണ്ടാക്കിയായിരുന്നു. അങ്ങനെ മസാല അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു പ്രശ്നം പോലെ മസാല അങ്ങോട്ട് ചൂടാവണില്ല. സംഗതി തന്നെ ഗ്യാസ് തീർന്ന്. ഇനിയിപ്പോൾ എന്താ ഇന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് പിന്നെ ഒന്നും നോക്കിയില്ല. മല്ലിയിലയും പുതിനയിലയും ചിക്കനും എല്ലാം കൂടി ആ മസാലയൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് ഇനി എയർ ഫ്രയറിൽ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എയർ ഫ്രയറിൽ ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്യാൻ വെച്ച്. ഭാഗ്യത്തിന് നമ്മളെ ചോറ് കുക്കായതിന് ശേഷമാണ് ഗ്യാസ് തീർന്നത്. അതുകൊണ്ട് ചോറുമ്പോൾ വലിയ പണി ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അങ്ങനെ മസാല ആയി വന്നപ്പോൾ ആ നെയ്ച്ചോറ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ദമ്മിട്ടിട്ട് ഒരു 5 മിനിറ്റ് എയർ ഫ്രയർ തന്നെ വെച്ചു. ഭാഗ്യത്തിന് 5 മിനിറ്റ് വെച്ചത്, ഇല്ലെങ്കിൽ ചോറ് പപ്പടമായി പോയാനെ. അങ്ങനെ നമ്മൾ എയർ ഫ്രയർ ബിരിയാണി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. സംഗതി ഞാൻ വിചാരിച്ച അത്ര ബോറായിട്ടില്ല കേട്ടോ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഗ്യാസ് തീർന്നാലും എയർ ഫ്രയറിൽ ബിരിയാണി ഉണ്ടാക്കാം. പക്ഷേ ചോറ് എങ്ങനെ ഉണ്ടാക്കും?